എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കള്ളക്കർക്കിടകത്തിലെ നാട്ടുവൈദ്യങ്ങൾ എന്ന സീരീസിൻ്റെ 7ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ദശപുഷ്പം മഞ്ഞ നിറത്തിൽ നിലവിളക്കിൻ്റെ ജ്വാല പോലെ മനോഹരമായ കുഞ്ഞുപൂക്കളുമായി നമ്മുടെ മുറ്റത്തും തൊടിയിലും തലയുയർത്തി നിൽക്കുന്ന മുക്കുറ്റിയാണ്. നമ്മൾ സാധാരണ കാണുന്ന തൊട്ടാവാടിയെപ്പോലെ തന്നെ തൊട്ടാലോ ശക്തമായ കാറ്റടിച്ചാലോ ഒക്കെ ഇലകൾ തനിയെ കൂമ്പിയടയുന്ന കൗതുകമായ ഭാവം മുക്കുറ്റിക്കുമുണ്ട്. കേവലമൊരു അലങ്കാര ചെടിയല്ലിത്. ആയുർവേദത്തിൽ കണ്ണിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും ഉത്തമമായ അമൃതാണ് മുക്കുറ്റി. കർക്കിടകത്തിലെ തണുപ്പും അന്തരീക്ഷ മാറ്റങ്ങളും കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള കൺപീള വരിക, കണ്ണ് ചുവക്കുക, വിട്ടുമാറാത്ത കണ്ണുവേദന എന്നിവയ്ക്ക് മുക്കുറ്റി നീര് മികച്ചൊരൗഷധമാണ്. സ്ത്രീകളിൽ കണ്ടുവരുന്ന അമിത രക്തസ്രാവം തടയാനും പ്രസവരക്ഷയ്ക്കും നമ്മുടെ നാട്ടുവൈദ്യത്തിൽ മുക്കുറ്റി പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്നു. കൂടാതെ വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, വയറിളക്കം എന്നിവ ശമിപ്പിക്കാനും ഇതിന് പ്രത്യേക കഴിവുണ്ട്. ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാനും സഹായിക്കുന്ന മുക്കുറ്റി വേരും പൂവും ഇലയും അടക്കം സമൂലമായി പറിച്ച് നന്നായി കഴുകി വൃത്തിയാക്കിയാണ് കർക്കിടകക്കഞ്ഞിയിൽ ചേർക്കാൻ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. മുക്കുറ്റിയുടെ അത്ഭുത ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദശപുഷ്പങ്ങളുടെ 6ാമത്തെ ചെടിയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.